അങ്ങനെ കുഞ്ഞു മനസ്സുള്ള ഈ രണ്ടാൾക്കാരെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നീലേശ്വരൻ്റെ ആലിയയിലാണ്. ഞാനുണ്ട്, രോഹിത് സാറുണ്ട്, മേഘാമിസ് ഉണ്ട്, ചന്ദന മിസ് ഉണ്ട്, പിന്നെ നമ്മളെ മോനൂസും കൂടി ഉണ്ട്. നീലേശ്വരത്ത് മട്ടൻ ബിരിയാണി കിട്ടുന്ന ഒരേ ഒരു സ്പോട്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ പ്ലേറ്റ് വന്നു. പ്ലേറ്റെല്ലാം തുടച്ച് റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി വന്നിട്ടുണ്ട്. 2 ചിക്കനും 1 മട്ടനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നല്ല അടിപൊളി അച്ചാറും കച്ചമ്പറും പിന്നെ നല്ലൊരു ചമ്മന്തി ഉണ്ടായിന്. അപ്പോൾ മേഘാമിസ് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മട്ടൻ ബിരിയാണി സ്പെഷ്യൽ ആയതുകൊണ്ട് മട്ടനിൽ തന്നെ തുടങ്ങാമെന്ന് മേഘാമിസ് പറഞ്ഞു. അങ്ങനെ വലിയൊരു മട്ടൻ്റെ പീസ് വെച്ച് മിസ് ആരംഭിച്ചു. നേരെ നമ്മളെ മോനൂസും വിട്ടുകൊടുത്തില്ല. മട്ടൻ്റെ ബാക്കി മോനൂസ് എടുത്തു. എന്നാൽ പിന്നെ ചിക്കനിൽ തുടങ്ങാമെന്ന് ചന്ദന മിസ്സും പറഞ്ഞു. ഞാൻ നോക്കുമ്പം ചിക്കൻ ബിരിയാണിയിലെ മുട്ടയുണ്ട്, പിന്നെ നല്ല അടിപൊളി ഒരു 65-ൻ്റെ പീസ് ഉണ്ട്. മാത്രമല്ല നല്ലൊരു ബിരിയാണി പീസും കൂടി ഉണ്ട് കേട്ടോ. ബാക്കി വന്ന മൊത്തം ചിക്കൻ ബിരിയാണി രോഹിത് സാർ പ്ലേറ്റിലേക്ക് തട്ടി. ബിരിയാണിൻ്റെ കൂടെ കിട്ടിയ നെല്ലിക്ക ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രോഹിത് സാർ തട്ടുന്നുണ്ട്, പക്ഷെ ആരും മൈൻഡില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ബീഫ് ബിരിയാണി ട്രൈ ചെയ്തത്. സന്തോഷം കണ്ടാ. അപ്പം ഞാനും കുറച്ചെടുത്തിട്ടുണ്ട്. ബാക്കി മൊത്തം തട്ടിയത് ചന്ദന മിസ് ഒറ്റക്കാണ് കേട്ടോ. പക്ഷെ രോഹിത് സാറിന് അപ്പോഴും ആരും മൈൻഡില്ല. എന്നാലും ആദ്യത്തെ എന്ന മോനൂസ് വളരെ ഹാപ്പി ആയിരുന്നു. കണ്ടില്ലോ എൻ്റെ ഒരു സന്തോഷം. ഏതെല്ലാം ബിരിയാണി ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് അവരവിടെ സെർവ് ചെയ്യുന്നത്. അവരെ മെയിൻ എന്ന് പറയുന്നത് കാറ്ററിംഗ് സർവീസ് ആണ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നീലേശ്വരം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.